ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നേഹക്കുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ബർത്ത്ഡേ മെയ് 28-ാം തീയതി ആയിരുന്നു കേട്ടോ. അന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് എല്ലാവർക്കും ജോലിക്കുള്ളത് കൊണ്ട് നമ്മൾ ആഘോഷിച്ചത് ജൂൺ 1-ാം തീയതിയാണ്. അപ്പോൾ ചെറുതായിട്ട് കേക്ക് കട്ടിങ്ങും പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണം അങ്ങനെയൊക്കെ ചെറുതായിട്ടൊരു ആഘോഷം. എല്ലാ കൊല്ലം അങ്ങനെ തന്നെ ചെയ്യാറ്. നമ്മൾ എൻ്റെ വീട്ടുകാരും ചേട്ടൻ്റെ വീട്ടുകാരും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സന്തോഷത്തോടെ പിരിയും. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറ് എല്ലാ ബർത്ത്ഡേയും. നേഹയുടെയിലും നിയയുടെയിലും അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. വീഡിയോ കണ്ടിട്ട് പോയാ കേട്ടോ. അപ്പോൾ കാലത്ത് ഞാൻ ദോശയാണ് ഉണ്ടാക്കിയത്. ദോശയും തക്കാളി ചട്നി, അതായത് ബ്രേക്ക്ഫാസ്റ്റ്. കേക്ക് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. ബർത്ത്ഡേകൾക്കൊക്കെ ഇപ്പോൾ ഞാൻ തന്നെയാണ് കേക്ക് ഉണ്ടാക്കാറ്. കുഴപ്പമില്ലാത്ത വിധത്തിൽ ഉണ്ടാക്കും. അടിപൊളിയാണെന്ന് എല്ലാവരും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ നേഹയ്ക്ക് ബ്ലൂ കളർ വേണമെന്ന് പറഞ്ഞപ്പോൾ ബ്ലൂ കളറിൽ ഉണ്ടാക്കിയ കേക്ക് വാനില കേക്കാണ് ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെന്താ, ലഞ്ചിന് ഞാൻ ചിക്കൻ ബിരിയാണിയാണ് ഇപ്രാവശ്യം ഉണ്ടാക്കിയത്. എല്ലാ പ്രാവശ്യവും സദ്യയാണ് ഉണ്ടാക്കാറ്. 10 കൂട്ടം കറിയും പായസവും പപ്പടവും പഴവും ഇതൊക്കെ ആയിട്ട് ഉണ്ടാക്കാറുണ്ട്. ഈ പ്രാവശ്യം ബിരിയാണി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ സർലാസ്, പപ്പടം ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വീട്ടിൽ നിന്നവരൊക്കെ വന്നു. ഇത് പ്രാർത്ഥന ചൊല്ലിയിട്ട് കേക്ക് മുറിക്കാമെന്ന് പറഞ്ഞു. അപ്പം പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ മെഴുകുതിരി കത്തിച്ചിട്ട് അപ്പോൾ പ്രാർത്ഥന ചെയ്യാൻ നിൽക്കട്ടാ. അപ്പോൾ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചു. അത് കേക്കിൻ്റെ അടുത്താണ് മെഴുകുതിരി കത്തിച്ച് വെച്ചേട്ടാ. ഞാൻ വേറെ മെഴുകുതിരി ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ പ്രാർത്ഥന ചെയ്യാൻ കേട്ടോ. അത് കഴിഞ്ഞ് കേക്കൊക്കെ മുറിച്ചു. കേക്ക് മുറിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കണം. കേക്ക് മുറിച്ചിട്ട് അവൾക്ക് കിട്ടാണ്ടായപ്പോൾ ഞാൻ മുറിച്ച് പീസാക്കിയിട്ട് കൊടുത്തുട്ടോ, കയ്യിൽ കൊടുക്കണം. ഇത് ചേട്ടൻ്റെ അമ്മയാണ് എൻ്റെ അരിയത്ത് നിൽക്കണത് കേട്ടോ. എൻ്റെ വീട്ടുകാർ എത്തിയിട്ടില്ല കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് അപ്പച്ചനും അമ്മച്ചിയും ചേട്ടനും നാത്തൂനൊന്നും എത്തിയിട്ടില്ല. അവർക്ക് വീടിൻ്റെ അടുത്തൊരു ചെറിയൊരു പേരിടൽ ചടങ്ങുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് പോയിട്ട് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരണോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളോട് കേക്കൊക്കെ മുറിച്ചോ, ഞങ്ങൾ നേരം വൈകിട്ട് എത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം ചേട്ടൻ്റെ വീട്ടുകാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ കുട്ടിക്ക് കേക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇടഞ്ഞിട്ട് നിൽക്കണേ. എന്താ കാരണം എന്നൊന്നും പറയണില്ല കേട്ടോ അവള്. അമ്മാമ്മയ്ക്ക് കൊണ്ടു കൊടുക്കാൻ നിന്നപ്പോൾ ഞാൻ അപ്പാപ്പന് കൊടുത്തിട്ട് അമ്മാമ്മയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. അമ്മാമ്മയ്ക്കും അപ്പാപ്പനും പിന്നെ വല്യപ്പപ്പ, വല്യമ്മ, പേപ്പൻ, മേമ, പിന്നെ പിള്ളേരുകൾ പിയോണ ചേച്ചി, അപ്പൂസ്, സാന അവർക്കൊക്കെ കൊടുത്തുവിട്ടത്. കഴിഞ്ഞപ്പോൾ അതൊരു വലിയൊരു ചടങ്ങാല്ലേ ഈ കേക്ക് കൊടുക്കില്ല. എല്ലാവർക്കും കേക്ക് കൊടുക്കില്ല, എല്ലാവരുടെ കയ്യിൽ നിന്നും കേക്ക് മേടിക്കില്ലേ. അതൊരു പ്രത്യേക ചടങ്ങ് തന്നെയാട്ടോ. എല്ലാവരും പറഞ്ഞു കേട്ടോ നല്ല രസമായിട്ടുണ്ട്, കേക്ക് അടിപൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഗിഫ്റ്റൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ. അപ്പം അത് പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണ് അവൾ. വേഗം ഗിഫ്റ്റ് പൊളിച്ച് നോക്കണം എന്നുള്ള പറഞ്ഞിട്ട് നിൽക്കണം കേട്ടോ എൻ്റെ അടുത്ത്. അങ്ങനെ എല്ലാവരും കേക്കൊക്കെ കഴിച്ചു. ഞങ്ങൾ ഗിഫ്റ്റൊക്കെ പൊളിച്ചു. പിന്നെ ഭക്ഷണം കഴിക്കാനിരുന്നു. ഭക്ഷണം നമുക്ക് ബിരിയാണിയാണല്ലോ. അപ്പോൾ എന്താ പറയുക, പിള്ളേരുകളൊക്കെ താഴെ ഇരിക്കാന്ന് പറഞ്ഞിട്ട് താഴെയാണ് ഇരുന്നത് കേട്ടോ. അത് ഗിഫ്റ്റ് പൊളിക്കാൻ പോവാണ്. ഗിഫ്റ്റ് പൊളിച്ചപ്പോൾ
നല്ല അടിപൊളി സാധനങ്ങളായിരുന്നു കേട്ടോ ഗിഫ്റ്റായിട്ട് കിട്ടിയത്. ഭയങ്കര സന്തോഷമായി നേഹയ്ക്ക്. പിന്നെ ഈ ഡ്രസ്സ് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സ്. ഇത്തിരി ഇറക്കം കുറവുണ്ട്, പക്ഷെ അത് അതിൻ്റെ അങ്ങനെയാണ്, അതിൻ്റെ മോഡൽ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടിയിൽ വല്ല പാൻറ്റൊക്കെ ഇട്ടാൽ മതി. അത് കഴിഞ്ഞപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ. അപ്പോൾ ഇത് 28-ാം തീയതി ആയിരുന്നു കേട്ടോ ബർത്ത്ഡേ. നമ്മൾ ഞായറാഴ്ചയാണ് സെലിബ്രേഷൻ ചെയ്തത്. അപ്പോൾ ഓക്കെ ബായ്. അപ്പോൾ എന്താ പറയുക, അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ ബായ്.